ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് 4th സെമിസ്റ്റർ ലിറ്റററി ക്രിറ്റിസിസത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി സിലബസിലെ വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാമെന്നീ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ യൂണിവേഴ്സിറ്റി സിലബസ് നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് നമുക്ക് 18 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ. പക്ഷേ 3 ചാപ്റ്റേഴ്സ് ആണെങ്കിലും വെയിറ്റേജിന് കുറവൊന്നും വരുന്നില്ല. 17 മാർക്ക് നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വെയിറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. ഇനി തേർഡ് മൊഡ്യൂളിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൽ നിന്നും നമുക്ക് 17 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അവിടെ നമുക്ക് 18 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ എല്ലാ മൊഡ്യൂളിലും നമുക്ക് ഒരു 18-17 മാർക്ക് എന്ന രീതിയിൽ ഈക്വലൊക്കെ ആയിട്ടാണ് വെയിറ്റേജ് വരുന്നത്. എങ്കിലും നമുക്ക് ചില മൊഡ്യൂളിൽ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണ്. പ്രത്യേകിച്ചും സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ. ആ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് 17 മാർക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലും നമുക്ക് 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് 18 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 മൊഡ്യൂളിലും നമുക്ക് ഏറെക്കുറെ ഈക്വൽ ആയിട്ടാണ് വെയിറ്റേജ് വരുന്നത്. 18-17 മാർക്കാണ് വരുന്നത്. സോ അതുകൊണ്ട് എല്ലാ മൊഡ്യൂളിലും ക്വസ്റ്റ്യൻ വരും. ഒരു മൊഡ്യൂളിൽ നമുക്ക് അങ്ങനെ പഠിക്കാതിരിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ എങ്കിലും 2 മൊഡ്യൂൾസിനകത്ത് നമുക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവായതുകൊണ്ട് ആ മൊഡ്യൂൾസിലെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മൊഡ്യൂൾസ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നോക്കാം. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വരുന്നത്. നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ എന്നിങ്ങനെ 3 സെക്ഷനിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. സീലിംഗ് 24 മാർക്കാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ നിന്ന് 1 മാർക്കൊക്കെ മിസ് ആവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നതിലൂടെ ആ സീലിംഗ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ രസ ആൻഡ് ഭാവ ഇൻ ഇന്ത്യൻ പോയറ്റിക്സ്? ഇന്ത്യൻ പോയറ്റിക്സിലെ രസയും ഭാവയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. ഇപ്പോൾ രസ എന്ന് പറയുന്നത് ഒരു ആർട്ട് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇമോഷനെയാണ് രസ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ആർട്ട് വർക്ക് കണ്ട് നമ്മൾ ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കരയുന്നു, ആ രീതിയിൽ ഓഡിയൻസിന് ഉണ്ടാവുന്ന ഇമോഷനെയാണ് രസ എന്ന് പറയുന്നത്. ഭാവ എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എലിമെന്റ്സ് ആണ്. അതായത് സ്റ്റേജിലെ സെറ്റിങ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഡയലോഗ്, അവിടെ ആക്ടിങ് എന്ന രീതിയിൽ രസ ക്രിയേറ്റ് ചെയ്യുന്ന എലിമെന്റ്സ് ആണ് നമ്മൾ ഭാവ എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതിന്റെ റിലേഷൻഷിപ്പായിട്ട് നമ്മൾ കാണുന്നത് ഈ ഭാവയിലൂടെയാണ് രസ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അതിന്റെ റിലേഷൻഷിപ്പായിട്ട് കാണുന്നത്. ഇനി what aesthetic ideals do യൂജൻ ആൻഡ് വബിസാബി റെപ്രസെന്റ് ഇൻ ജപ്പാനീസ് ക്രിറ്റിസിസം? ഇനി ജപ്പാനീസ് എസ്തെറ്റിക്സിനകത്ത് യൂജൻ വബിസാബിയുടെ പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ബേസിക്കലി സിംപ്ലിസിറ്റി, ഇംപെർഫെക്ഷനിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജപ്പാനീസ് എസ്തെറ്റിക്സിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി വാട്ട് ഡസ് മിമസിസ് മീൻ അക്കോർഡിംഗ് ടു പ്ലേറ്റോ? പ്ലേറ്റോയുടെ തിയറിയിൽ മിമസിസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. മിമസിസ് എന്ന് പറയുന്നത് നമ്മൾ മിമിക്രി എന്ന് പറയുന്ന പോലെ അനുകരണം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇമിറ്റേഷൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആർട്ട് അല്ലെങ്കിൽ പോയട്രിക്കകത്ത് ഒരു ഇമിറ്റേഷൻ ആണ് നടക്കുന്നതാണ് പ്ലേറ്റോ പറയുന്നത്. അതായത് നമ്മുടെ റിയൽ വേൾഡിനെ പോയട്രിക്കകത്ത്, ആർട്ടിനകത്ത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഇനി പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ ഈ റിയൽ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇമിറ്റേഷൻ ആണ്. അദ്ദേഹത്തിന്റെ ഐഡിയൽ ഫോംസ് എന്ന് പറയുന്ന സങ്കല്പങ്ങളുടെ ഒരു ഇമിറ്റേഷൻ ആണ് ഈ റിയൽ വേൾഡ് എന്ന് പറയുന്നത്. അതിൻ്റെയും ഇമിറ്റേഷൻ ആണ് ഈ ആർട്ട്, പോയട്രി എന്ന രീതിയിൽ അത് റിയാലിറ്റിയിൽ നിന്ന് റിമൂവ്ഡ് ആണ് എന്നുള്ളതൊക്കെയാണ് പ്ലേറ്റോയുടെ തിയറിയുടെ ബേസ് വരുന്നത്. സോ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് മിമസിസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മിമസിസ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ എന്നാണ് അർത്ഥം. ഇവിടെ ആർട്ട്, പോയട്രി എന്നൊക്കെ പറയുന്നത് ഈ ലൈഫിന്റെ ഇമിറ്റേഷൻ ആണ് നടത്തുന്നത് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഇനി ഹൗ ഡിഡ് റിനൈസൻസ് ആൻഡ് നിയോ ക്ലാസിക്കൽ വ്യൂസ് ഓൺ ഇൻഡിവിജ്വലിസം ഡിഫർ? ഇനി റിനൈസൻസിലും നിയോ ക്ലാസിക്കൽ വ്യൂസിലും ഇൻഡിവിജ്വലിസത്തിനെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. റിനൈസൻസിനകത്ത് ഇൻഡിവിജ്വലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഉണ്ടായിരുന്നത്. അതായത് എല്ലാവരും യുണീക്കാണ്, എല്ലാവർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ആണ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് റിനൈസൻസിനകത്ത് ഉണ്ടായിരുന്നു. അത് ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നിയോ ക്ലാസിക്കൽ വ്യൂസിനകത്ത് ഒരു ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. മറിച്ച് റൂൾസ്, ഓർഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ചില റൂൾസ് അനുസരിച്ചുകൊണ്ടാണ് ഈവൻ പോയം എഴുതുമ്പോൾ പോലും ആ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടുകൊണ്ട് എഴുതാം. അതല്ലാതെ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്രിയേറ്റിവിറ്റി നോക്കേണ്ടതില്ല എന്നൊരു അപ്രോച്ചാണ് നിയോ ക്ലാസിക്കൽ വ്യൂസിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ റിനൈസൻസിനകത്താണെങ്കിൽ
ഇൻഡിവിജ്വൽസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇനി നെയിം വൺ കീ ഡിസ്കവറി ഫ്രം ദ സയന്റിഫിക് റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ്. ഇനി എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഏജ് ഓഫ് എൻലൈറ്റ്മെന്റിന്റെ കാലഘട്ടത്തിലുള്ള ഒരു സയന്റിഫിക് ഡിസ്കവറി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സയന്റിഫിക് ഡിസ്കവറി ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടന്റെ ചലന നിയമങ്ങളൊക്കെ ഈ ഒരു കാലത്തിലാണ് കണ്ടെത്തുന്നത്. സോ അതുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതുന്ന പോലെ അങ്ങനെ ഒരു മിസ്റ്ററി ഒന്നുമല്ല. മനുഷ്യർക്ക് ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നൊരു വിശ്വാസമൊക്കെ ആളുകൾക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. അത്തരത്തിലാണ് ഈ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിനെ സയന്റിഫിക് ഡിസ്കവറീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് ഏതാണെന്നാണ്. അത് നമുക്ക് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൊമാൻറ്റിസിസത്തിൽ നിന്നാണ്. നെയിം 2 എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ 18th century ബ്രിട്ടൻ ദാറ്റ് ഹെൽപ്ഡ് ലേ ദ ഫൗണ്ടേഷൻസ് ഫോർ റൊമാൻറ്റിസിസം. 18th century ബ്രിട്ടനിൽ റൊമാൻറ്റിസിസത്തിന് ഫൗണ്ടേഷൻ ആയിട്ടുള്ള എക്കണോമിക് പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? അതിൽ 2 എണ്ണമാണ് ചോദിക്കുന്നത്. നമുക്ക് കാണാവുന്നത് ഒന്ന് ഡിക്ലൈൻ ഓഫ് മൊണാർക്കിയാണ്. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും മുമ്പ് ഒരു പാർലമെന്റ് ഡെമോക്രസി എന്നൊരു സങ്കല്പമൊക്കെ ബ്രിട്ടന്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് തോട്ട് തുടങ്ങിയിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ബ്രിട്ടനിൽ വന്നിരുന്നു. അപ്പോൾ അത് റൊമാൻറ്റിസിസത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് ഒരു എക്കണോമിക് ചേഞ്ച് ആയിട്ട് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു മിഡിൽ ക്ലാസ് രൂപപ്പെടുകയും ഈ ആർട്ടും പോയട്രിയും ഒക്കെ എൻജോയ് ചെയ്യാവുന്ന അതിന് ഓഡിയൻസ് ആയിട്ട് ഒരു മിഡിൽ ക്ലാസ് രൂപപ്പെടുകയും ചെയ്തതും ഈ റൊമാൻറ്റിസിസത്തിന്റെ ഫൗണ്ടേഷനായിട്ട് ബ്രിട്ടനിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമാണ്. ഇനി വാട്ട് ടേം ഡസ് കോളറിഡ്ജ് യൂസ് ഫോർ ദ റീഡേഴ്സ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്? കോളറിഡ്ജിന്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. റീഡേഴ്സ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നത് നമ്മൾ കഥകളിലോ അല്ലെങ്കിൽ മറ്റു ആർട്ടിലോ കാണുന്ന കാര്യങ്ങൾ അത് കഥയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അത് റിയൽ ആണെന്നൊരു ഫീലോട് കൂടിയിട്ടാണ് നമ്മളത് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കോളറിഡ്ജ് എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പോയറ്റിക് ഫെയ്ത്ത് എന്നാണ് ആ ഒരു കൺസെപ്റ്റിനെ കോളറിഡ്ജ് വിളിക്കുന്നത്. ഇനി വാട്ട് ഡസ് അർണോൾഡ് മീൻ ബൈ കൾച്ചർ ഇൻ ഹിസ് ലിറ്റററി ക്രിറ്റിസിസം? മാത്യു അർണോൾഡ് കൾച്ചർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ അറിയാവുന്ന നമ്മൾ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു സംസ്കാരം, ഒരു നല്ല കൾച്ചറുള്ള ആളെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ് മാത്യു അർണോൾഡും ഉപയോഗിക്കുന്നത്. അതായത് മൊറാലിറ്റി, അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിക് ടേസ്റ്റ്, അതായത് ഒരു ധാർമ്മിക ബോധവും അതുപോലെ തന്നെ കലാ സാഹിത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ് കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർണോൾഡിന്റെ വിമർശനം എന്ന് പറയുന്നത് ആളുകൾക്കൊക്കെ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കലയിലും സാഹിത്യത്തിലും ധാർമ്മികതയിലൊന്നും ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു സൊസൈറ്റിക്ക് കൾച്ചർ ഇല്ല എന്ന് അർണോൾഡ് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ ഒരു ധാർമ്മിക ബോധവും കലാ സാഹിത്യം എന്നീ കാര്യങ്ങളിലൊക്കെയുള്ള അഭിരുചിയുമാണ് ഇവിടെ അർണോൾഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ഹൗ ഡസ് എമേഴ്സൺ ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദ പോയറ്റ് ഇൻ സൊസൈറ്റി? ഇനി എമേഴ്സന്റെ ട്രാൻസിഡന്റലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് പോയറ്റിന്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷണറി ആയിട്ടുള്ള റോളാണ് എമേഴ്സൺ പറയുന്നത്. അദ്ദേഹത്തിനെ നെയ്മർ എന്നാണ് വിളിക്കുന്നത്. നെയ്മർ എന്ന് പറയുന്നത് ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരു പേരിട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുക എന്നൊരു അർത്ഥത്തിലാണ് വരുന്നത്. ഇവിടെ ട്രാൻസിഡന്റലിസത്തിനകത്ത് വരുന്നത് ഒരു സ്പിരിച്വൽ മീനിങ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അത് എല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു ഹയർ മീനിങ് ഉണ്ട്, ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട് എന്നുള്ള കാര്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു വിഷണറി എന്ന രീതിയിലാണ് പോയറ്റിന്റെ റോളിനെ എമേഴ്സൺ പറയുന്നത്. ഇനി വാട്ട് ഈസ് ടോൾസ്റ്റോയ്സ് ഡെഫിനേഷൻ ഓഫ് ആർട്ട്? ടോൾസ്റ്റോയ് ആർട്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ടോൾസ്റ്റോയ് ആർട്ടിന് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫീലിങ്സ്. ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടാവുന്ന ഫീലിങ്സ് അത് വേർഡ്സിലൂടെയും പിക്ചേഴ്സിലൂടെയൊക്കെ ഓഡിയൻസിന് കൺവേ ചെയ്യുന്ന, ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന രീതിയിലാണ് ടോൾസ്റ്റോയ് ആർട്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫീലിങ്സ് എന്ന രീതിയിലാണ് ടോൾസ്റ്റോയ് ആർട്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 6 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 36 മാർക്കാണ് സീലിങ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ നിന്ന് മാർക്ക് മിസ്സാവുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നതിലൂടെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ പ്ലേറ്റോസ് ഒബ്ജെക്ഷൻ ടു പോയട്രി ആസ് ഇമിറ്റേഷൻ ഇൻ റിപ്പബ്ലിക് ബുക്ക് എക്സ്.
ഇനി പ്ലേറ്റോ പോയട്രിയെ എന്തുകൊണ്ടാണ് ഒബ്ജക്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എതിർത്തിരുന്നത്? പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിനകത്ത് പോയട്രി വേണ്ട എന്നുള്ള അഭിപ്രായമാണ് പ്ലേറ്റോയ്ക്ക് ഉണ്ടായിരുന്നത്. എന്താണ് അതിന്റെ കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ മിമസിസ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അതായത് ഈ ഒരു വേൾഡ് തന്നെ ഐഡിയൽ ഫോംസിന്റെ ഒരു ഇമിറ്റേഷൻ ആണ്. ഈ വേൾഡിനെയാണ് പോയട്രിക്കകത്ത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ റിയാലിറ്റിയിൽ നിന്നും ഫെർദർ റിമൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോയട്രി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് വരുന്നത്. അതുകൂടാതെ തന്നെ ഇമിറ്റേഷൻ ഓഫ് ബാഡ് നേച്ചർ, അതായത് ഈ വേൾഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ വേൾഡിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേൾഡിലത്തെ മോശം കാര്യങ്ങളും നമുക്കറിയാം. പല സ്റ്റോറിക്കകത്തൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഹീറോ ആയിട്ടുള്ള ആളുകൾ റിവെഞ്ച് ചെയ്ത് പ്രതികാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ജലസി അസൂയ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോറിയുടെ പോയത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള ബാഡ് നേച്ചറൊക്കെ ഈ ഇമിറ്റേഷന്റെ ഭാഗമായിട്ട് വരാം എന്നുള്ളതാണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് വേറൊരു ആർഗ്യുമെന്റ് ആയിട്ട് ആൾ പറയുന്നത്. പിന്നെ വരുന്നത് ഈ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ നമ്മൾ ലോജിക്കിനും റീസണുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഫീലിങ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളിങ്ങനെ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടതുള്ള അഭിപ്രായമാണ് പ്ലേറ്റോയ്ക്കുള്ളത്. എന്നാൽ പോയട്രിക്കകത്തൊക്കെ ഫീലിങ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ആളുകളെയൊക്കെ ഇത്തരത്തിൽ സ്വന്തം ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാക്കി മാറ്റും എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് പ്ലേറ്റോയ്ക്ക് ഉണ്ടായിരുന്നത്. സോ ബേസിക്കലി പ്ലേറ്റോയുടെ ഈ ഒരു ഒബ്ജക്ഷന്റെ ബേസിക് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ മിമസിസ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഉള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഈ വേൾഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് അല്ലാത്തൊരു വേൾഡിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ പോയട്രിക്കകത്ത് വരും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാഡ് നേച്ചറിന്റെ ഇമിറ്റേഷൻ വരും. അതുകൂടാതെ തന്നെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിറ്റുവേഷനൊക്കെ വരും എന്നുള്ള രീതിയിലാണ് പ്ലേറ്റോ അതിനെ ഒബ്ജക്ട് ചെയ്യുന്നത്. ഇനി അനലൈസ് ദാന്തേസ് ഐഡിയ ഓഫ് ദി ഇല്ലുസ്ട്രിയസ് വെർനാക്കുലർ. ഹൗ ഡസ് ഹി ജസ്റ്റിഫൈ സുപ്പീരിയോറിറ്റി ഓവർ ലോക്കൽ ഡയലക്ട്സ്? ഈ ദാന്തയുടെ ഇല്ലുസ്ട്രിയസ് വെർനാക്കുലർ എന്ന് പറയുന്ന ആശയത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ലോക്കൽ ഡയലക്ട്സ് അതിൽ നിന്ന് സുപ്പീരിയർ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലുസ്ട്രിയസ് വെർനാക്കുലർ എന്ന് പറയുന്നത് ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഡയലക്റ്റ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഒരു നാട്ടിലെ പല പ്രദേശത്ത് വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലാണ് ഭാഷ പ്രയോഗിക്കുക. അപ്പൊ നമുക്കറിയാം മലയാളം തന്നെ തിരുവനന്തപുരം ഭാഗത്തോ അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം ഭാഗത്തോ അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ പല പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇറ്റാലിയൻ ഭാഷ ഇറ്റലിയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ നാട്ടിലെയും ആളുകൾക്ക് മനസ്സിലാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഡയലക്റ്റ് എന്ന രീതിയിലാണ് ഈ ഒരു ഇല്ലുസ്ട്രിയസ് വെർനാക്കുലറിനെ ദാന്തെ അവതരിപ്പിക്കുന്നത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് മുൻപ് വന്നു പോയിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കവികൾ അവരുടെ കൃതികളിൽ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ ഒരു വെർനാക്കുലറിന്റെ ബേസിക് ആയിട്ട് ദാന്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സുപ്പീരിയർ ആയെന്ന് പറയുന്നതിന്റെ ഒരു കാരണം വരുന്നത്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ദാന്തെ പറയുന്നത് ഈ എല്ലാ ലോക്കൽ ഡയലക്ട്സിൽ നിന്നും എല്ലാ പ്രദേശത്തുമുള്ള ഈ ഭാഷാ ശൈലികളിലെ നല്ല ഗുണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വെർനാക്കുലർ തയ്യാറാക്കുന്നത്. സോ എല്ലാ ഡയലക്ട്സിന്റെയും നല്ല ഗുണങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഓരോന്നിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും സുപ്പീരിയർ ആയിട്ട് ഈ വെർനാക്കുലർ തന്നെയാണ് വരിക എന്ന രീതിയിലാണ് പറയുന്നത്. സോ ബേസിക്കലി ഈ വെർനാക്കുലർ എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തെയും ആളുകൾക്ക് ആ ഭാഷ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഭാഷാ പ്രയോഗം എന്ന രീതിയിലാണ് വെർനാക്കുലർ വരുന്നത്. അത് എല്ലാ പ്രദേശത്തെയും ഡയലക്ട്സിലെ നല്ല ഗുണങ്ങൾ എടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് എന്നാണ് ദാന്തെ പറയുന്നത്. ഇനി ബ്രീഫ്ലി അനലൈസ് അനന്തവർദ്ധനാസ് തിയറി ഓഫ് ധ്വനി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യൻ എസ്തെറ്റിക്സ്. അനന്തവർദ്ധനയുടെ ധ്വനി തിയറിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസും ചോദിക്കുന്നുണ്ട്. സോ ധ്വനി തിയറി എന്ന് പറയുന്നത് ഈ സജസ്റ്റീവ് മീനിങ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അതായത് ഈ ആർട്ടിന് ആളുകളിൽ രസം അല്ലെങ്കിൽ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിന്റെ കാരണമായിട്ട് അനന്തവർദ്ധന പറയുന്നത് ആർട്ട് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം സജസ്റ്റ് ചെയ്യുകയാണ്, സിംബോളിക് ആയിട്ടൊക്കെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആർട്ടിന് ഇത്തരത്തിലൊരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നത് എന്നാണ് അനന്തവർദ്ധന പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നിന്നുള്ള ഒരു കാര്യമാണ് അനന്തവർദ്ധന എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ശിവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് അറിയാമായിരിക്കും. ശിവൻ പാർവതിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പാർവതിയുടെ ഭാവത്തിനെ ആ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പാർവതി കയ്യിലുള്ള താമരപ്പൂവിന്റെ ഇതളുകൾ എണ്ണിക്കൊണ്ടിരുന്നു എന്നാണ് ആ ഒരു ക്ലാസിക്കൽ പോയത്തിനകത്ത് പറയുന്നത്. സോ പാർവതി അവിടെ നാണിച്ച് തലകുനിച്ച് നിന്നു എന്ന് പറയുന്നതിന് പകരം പാർവതി അവിടെ കയ്യിലുള്ള താമരയുടെ ഇതളുകൾ എണ്ണിക്കൊണ്ടിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഓഡിയൻസിന് ആ ഒരു ഫീലിംഗ്, പാർവതിയുടെ ആ ഒരു എക്സ്പ്രഷൻ
കുറച്ചുകൂടി ഡീപ്പറായിട്ട് അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആ പോയം വായിക്കുന്ന സമയത്ത് സാധിക്കും എന്ന രീതിയിലാണ് അനിരുദ്ധോധന പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഇത്തരം എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. സോ ബേസിക്കലി അനിരുദ്ധോധന്റെ തിയറിയിൽ നിന്നാണ് നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ തിയറിയിൽ വരുന്നത് ഇത്തരത്തിലാണ്. ഈ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പോയട്രിക്കകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് അതിനിങ്ങനെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നു. സോ ഈ ഇന്ത്യൻ എസ്തെറ്റിക്സിന്റെ പ്രധാനമായൊരു കൺസെപ്റ്റാണ് രസ എന്ന് നമുക്കറിയാം. അതായത് ഓഡിയൻസിന് ഉണ്ടാവുന്ന ഇമോഷൻ. സോ ഓഡിയൻസിന് എന്തുകൊണ്ട് ഇമോഷൻ ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് അനിരുദ്ധന്റെ ധ്വനിയിൽ പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു തിയറിയുടെ ഇമ്പോർട്ടൻസ് ആയിട്ടും നമ്മൾ കാണുന്നത്. ഇനി summarize David Hume's main argument in 4 dissertations regarding the role of taste. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡേവിഡ് ഹ്യൂമിന്റെ മെയിൻ ആർഗ്യുമെന്റ് എന്താണ് ചോദിക്കുന്നത്. സോ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ മെയിൻ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. അതായത് ടേസ്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവിൽ ഒരു സ്റ്റാൻഡേർഡ് ടേസ്റ്റിനുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ക്ലാസിക്കൽ പോയംസ് ഒക്കെ എത്ര കാലം കഴിഞ്ഞാലും ഇപ്പോഴും ആളുകൾ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ ഇതുപോലെ ക്ലാസിക്കൽ പോയട്രിയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അതിനൊരു സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് വരുന്നത്. ഇനി ഓരോ കാലഘട്ടത്തിലും ഒരു ട്രെൻഡൊക്കെ ഉണ്ടായിരിക്കും. ആ ട്രെൻഡിനനുസരിച്ചുകൊണ്ടുണ്ടാവുന്ന ആർട്ടൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം നിലനിൽക്കുന്നുള്ളൂ. കാലം മാറുന്നതനുസരിച്ചിട്ട് അതെല്ലാം ആളുകൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ അതിനെയൊക്കെ ആളുകൾ വിമർശിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ആർട്ട് ആണെങ്കിൽ അത് എല്ലാ കാലത്തും നിലനിൽക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആർട്ട് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നതിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബേസിക് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ അതിൽ കാണുന്നത്. അടുത്തത് ചോദിക്കുന്നത് സാമുവൽ ടൈലർ കോളറിഡ്ജിന്റെ തിയറിയിൽ നിന്നാണ്. സമ്മറൈസ് കോളറിഡ്ജ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫാൻസി ആൻഡ് ഇമാജിനേഷൻ. ഫാൻസിയും ഇമാജിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയിൽ പ്രധാനമായിട്ടൊരു കൺസെപ്റ്റാണ്. ഫാൻസി എന്ന് പറയുന്നത് ഈ ഇമേജസിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്ന രീതിയിലാണ് പറയുന്നത്. നോർമലി പോയട്രിക്കകത്ത് വരുന്ന, അത് നമുക്കിപ്പോൾ പ്രണയത്തിനെ ഒരു റോസാപ്പൂവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നത്, അല്ലെങ്കിൽ ലോൺലിനെസ്സിനെ നമ്മളൊരു ഡെസേർട്ട്, ഏകാന്തതയെ മരുഭൂമിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നത്, അത്തരത്തിൽ നമ്മളിങ്ങനെ ഒരു ഇമേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു എക്സ്പ്രഷൻസിനെയൊക്കെയാണ് ഫാൻസി എന്ന് പറയുന്നത്. പോയട്രിയുടെ ഭാഗമാണ്. ഇനി ഇമാജിനേഷൻ എന്ന് കോളേജ് വിളിക്കുന്നത് കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന രീതിയിലാണ്. അതായത് ഈ അസോസിയേഷന്റെ അപ്പുറത്തേക്ക് ഒരു ന്യൂ മീനിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് അദ്ദേഹം ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ പഠിക്കാനുണ്ടായിരുന്ന ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്ന് പറയുന്ന കീറ്റ്സിന്റെ പോയത്തിനകത്ത് കീറ്റ്സ് ഇങ്ങനെ അലങ്കാര പണികളൊക്കെയുള്ള ഒരു ഏൺ അല്ലെങ്കിൽ ഒരു പാത്രം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സോ അതിന്റെ സൗന്ദര്യത്തെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ പുറമെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആർട്ട്, ഇറ്റേണിറ്റി തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് കീറ്റ്സ് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ട്രൂത്ത് ഈസ് ബ്യൂട്ടി, ബ്യൂട്ടി ഈസ് ട്രൂത്ത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ആൾ വരുന്നത് ആർട്ടിന്റെ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഒരു ന്യൂ മീനിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. ഒരു കാര്യത്തിൽ നിന്നൊരു ന്യൂ മീനിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഫാൻസി എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് പോയട്രിയിൽ കാണുന്ന തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ലവിനെ റോസായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ലോൺലിനെസ്സിനെ ഡെസേർട്ടായിട്ട് കമ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇമേജസിനെ അസോസിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മീനിങ്സ് ഒക്കെയാണ് ഫാൻസിയിൽ വരുന്നതെന്നാണ് കോളേജ് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗ ഡസ് എലിയറ്റ് എക്സ്പ്ലെയിൻ ദ ബാലൻസ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലന്റ്. ഇനി എലിയറ്റിന്റെ തിയറിയിൽ നിന്നുള്ള ചോദ്യമാണ് വരുന്നത്. ട്രഡീഷനും ഇൻഡിവിജ്വൽ ടാലന്റും നമ്മളുടെ ബാലൻസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എലിയറ്റിന്റെ തിയറിയിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു പോയറ്റ് ഒരു പോയം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ പോയറ്റിന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസോ അല്ലെങ്കിൽ ആ പോയറ്റിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണ് എന്നോ എലിയറ്റ് സമ്മതിക്കുന്നില്ല. മറിച്ച് പോയട്രി എന്ന് പറയുന്നത് ട്രഡീഷന്റെ ഭാഗമാണ്. അപ്പോൾ ആ ട്രഡീഷനിൽ നിന്നാണ് ഈ പോയറ്റിന് ഈ ക്രിയേറ്റിവിറ്റി ലഭിക്കുന്നത് എന്ന രീതിയിലാണ് എലിയറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് സയൻസിൽ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ പുതിയ ഉപകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ഫാൻ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് നിർമ്മിച്ചിട്ടുള്ള ഒരാളുണ്ടായിരിക്കും, ആളുടെ കണ്ടുപിടുത്തമാണ്. പക്ഷേ അയാൾക്ക് മുമ്പ് ഒരാൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച് പോയത് കാരണം കൊണ്ടാണ് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അതുപോലെ തന്നെ അപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവയൊക്കെ തന്നെയും ഇതിനു മുമ്പുള്ള ആളുകൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ
ഫോണോ ഒക്കെ ആയിട്ട് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിൽ വർക്ക് ചെയ്യുന്ന തരത്തിൽ പുതിയ ആളുകൾക്ക് ഇത്തരം പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു ബാലൻസിങ് ആണ് ട്രഡീഷണലും ഇൻഡിവിജ്വൽ ടാലന്റിലും എലിയറ്റ് പറയുന്നത്. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ആരും ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഇതുപോലെ പല സിമിലീസ്, പല മെറ്റഫേഴ്സ്, പല എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയുന്നത് ട്രഡീഷണലായിട്ട് പോയട്രിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ആ ട്രഡീഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഓരോ പോയറ്റിലും നടത്തുന്നത്. അതുകൊണ്ട് ഒരു പോയറ്റിനും അവരുടെ പോയം പൂർണ്ണമായിട്ട് അവരുണ്ടാക്കിയ പോയമാണെന്ന് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന പോലെ പല സിമിലി മെറ്റഫറും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ റൈം, സ്കീം, മീറ്റർ ഒക്കെ മുമ്പുള്ളവർ ഉണ്ടാക്കി പോയത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ പോയ എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. സോ അത്തരത്തിൽ ഈ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് ഓരോ പോയിറ്റ്സും നിൽക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് എലിയറ്റ് പങ്കുവയ്ക്കുന്നത്. ഇനി what do Wimsatt and Beardsley mean when they claim a poem is detached from the author at birth? ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഈ ഡെത്ത് ഓഫ് ദി ഓതർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പോയം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയം പിന്നീട് ഓതറുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പോയം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് അത് വായിക്കുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. പോയറ്റിന് ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇതാണ് അതിനകത്ത് ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. സോ അത്തരത്തിൽ നമ്മളൊരു പോയം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ പോയറ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. പോയറ്റിന്റെ ഹിസ്റ്ററിയോ ബയോഗ്രഫിയോ ഒന്നും നമ്മൾ അതിൽ പരിശോധിക്കേണ്ട ആവശ്യമില്ല. പോയറ്റ് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പോയം വായിക്കുമ്പോൾ അത് മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാകാത്ത ഒരു കാര്യം നമ്മൾ പോയറ്റിന്റെ പുറകെ പോയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ് ഇവിടെ വരുന്നത്. സോ ബേസിക്കലി ഒരു പോയറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് അത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന മീനിങ് ആണ്. അതല്ലാതെ പോയറ്റ് ഇതാണ് ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ നമ്മൾ പോയറ്റിന്റെ പുറകെ പോയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആ ഒരു ആർഗ്യുമെന്റിനകത്ത് പറയുന്നത്. ദെൻ discuss the ambivalence of a boy's feelings toward his father as discussed in the essay by Freud. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ദൊസ്തോയെവ്സ്കി ആൻഡ് പാരിസൈഡ് എന്ന് പറയുന്ന എസ്സേക്കകത്ത് ഒരു ബോയ്ക്ക് ഫാദറുമായിട്ടുള്ള ഒരു ആംബിവലന്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ ആംബിവലന്റ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് പോസിറ്റീവും എന്നാൽ നെഗറ്റീവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് വരുന്നത് പലപ്പോഴും ബോയ്സ് ഫാദറിനെ ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ കണക്കാക്കുന്നുണ്ട്. അതായത് അവർ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഫാദറിനെ പോലെ ആവണം, അല്ലെങ്കിൽ ഫാദറിന്റെ ആ ഒരു പ്ലേസ് അവർക്ക് എടുക്കണം എന്ന രീതിയിൽ അവർ കണക്കാക്കുന്നുണ്ട്. അതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എലിമെന്റ് വരുന്നത്. ഇനി നെഗറ്റീവ് എലിമെന്റ് എന്ന് വരുന്നത് അവിടെ ഒരു കൺഫ്ലിക്റ്റ് വരുന്നത് ഈ ബോയിനെ സംബന്ധിച്ചിട്ട് അവരുടെ മദറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, ഈ അമ്മയുമായിട്ടൊരു സ്നേഹമുണ്ട്. അപ്പോൾ ഫാദർ എന്ന് പറയുന്ന ഫിഗർ ഈ അമ്മയുമായിട്ടുള്ള സ്നേഹത്തിനെ പങ്കുവയ്ക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ സ്നേഹം തട്ടിയെടുക്കുന്ന ഒരാളാണ് എന്ന രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ സിബിലിങ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അച്ഛനോ അമ്മയോ ഒക്കെ ചെറിയ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നതിന് പകരം വേറൊരു കുട്ടിയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ അസൂയ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളോട് പറയുന്നത് അപ്പോൾ തൻ്റെ മാതാവിൻ്റെ സ്നേഹം തട്ടിയെടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരു നെഗറ്റീവായിട്ട് ഫീലിംഗ് ഉണ്ടാവുന്നു. അതായത് അതേ സമയത്ത് തന്നെ തനിക്ക് വലുതായ ഫാദറിനെ പോലെ ആവണം എന്നതിലുള്ള അഡ്മിറേഷൻ ഉണ്ടാവുന്നു. ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എലിമെന്റ് ഒരു ബോയ്ക്ക് ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതാണ് ഈ ഒരു ആംബിവലൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് 10 മാർക്കിന്റെ. നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതിയാവും. ഫസ്റ്റ് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ഹൗ അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് ലേ ദ ഫൗണ്ടേഷൻ ഫോർ ലിറ്റററി ക്രിറ്റിസിസം. കമ്പയർ ദിസ് വിത്ത് പ്ലേറ്റോസ് എംഫസിസ് ഓൺ മോറൽ ആൻഡ് കൾച്ചറൽ ക്രിറ്റിസിസം ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എങ്ങനെയാണ് ലിറ്റററി ക്രിറ്റിസിസത്തിന് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നതെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിന്റെ അപ്രോച്ച് എങ്ങനെയാണ് പ്ലേറ്റോയുടെ അപ്രോച്ചിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സോ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഫൗണ്ടേഷൻ ആണ് പറയുന്നതിന് കാരണം ഈ ഒരു വർക്കിലാണ് ആദ്യമായിട്ട് ലിറ്ററേച്ചറിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് പ്ലേറ്റോയുടെ തിയറിയിൽ നമ്മൾ കാണുന്നത് ലിറ്ററേച്ചർ എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത്, സമൂഹത്തിന് അത് ഗുണമാണോ ദോഷമാണോ എന്ന രീതിയിൽ ഈ ഒരു സോഷ്യൽ എംഫസിസ് ആണ് അതിനകത്ത് കൊടുക്കുന്നത്. സൊസൈറ്റിക്ക് അത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമാണ് കൊടുക്കുന്നത്. എന്നാൽ അരിസ്റ്റോട്ടലിന്റെ ഈ ഒരു പോയറ്റിക്സിനകത്താണ് നമ്മൾ ലിറ്ററേച്ചറിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കി കാണുന്നത്. അതിനകത്ത് അദ്ദേഹത്തിന്റെ കഥാർസിസ് എന്ന് പറയുന്ന തിയറി ഉണ്ട് ലിറ്ററേച്ചറിലെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ വെരിസിമിലിറ്റി കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ 3 യൂണിറ്റീസ്, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന രീതിയിൽ ലിറ്ററേച്ചറിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ലിറ്ററേച്ചർ എങ്ങനെ നന്നാക്കാം എന്ന രീതിയിലൊക്കെ ലിറ്ററേച്ചറിനെ
സൊസൈറ്റിയിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഒരു സബ്ജക്ട് എന്ന രീതിയിൽ എടുത്ത് പരിഗണിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ഈ ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഫൗണ്ടേഷൻ ആണെന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഇനി പ്ലേറ്റോയുടെ തിയറിയിൽ നിന്നുള്ള ഡിഫറൻസ് നമുക്കറിയാം. പ്ലേറ്റോ പോയട്രീനൊക്കെ എതിർക്കുന്ന ഒരാളാണ്. അതായത് സൊസൈറ്റിക്ക് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഈ പോയട്രിയിൽ നിന്ന് ഉണ്ടാവുന്നത്, ആളുകളെ വഴിതെറ്റിക്കും എന്ന രീതിയിലൊക്കെയാണ് പ്ലേറ്റോ കണക്കാക്കിയിരുന്നത്. എന്നാൽ അരിസ്റ്റോട്ടില് ഈ പോയട്രിക്കും ആർട്ടിനൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള എക്സാമ്പിളാണ് കഥാർസിസിനകത്ത് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോയുടെയും തിയറീസിൽ കാണുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എസ്സേയുടെ ആൻസറിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഇനി റൊമാൻറ്റിസിസം വാസ് ബോത്ത് എ പ്രൊഡക്റ്റ് ഓഫ് ആൻഡ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദി എൻലൈറ്റ്മെന്റ് ഡിസ്കസ്. ഇനി റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ലിറ്റററി മൂവ്മെന്റ് എൻലൈറ്റ്മെന്റിന്റെ ഒരു പ്രൊഡക്റ്റുമായിരുന്നു, എന്നാൽ അതേ സമയത്ത് തന്നെ എൻലൈറ്റ്മെന്റിനോടൊരു റിയാക്ഷനുമായിരുന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സയന്റിഫിക് ആയിട്ടുള്ള തിയറീസ് ഒക്കെ ആളുകൾ കൂടുതൽ വിശ്വസിക്കുകയും അതുപോലെ പൊളിറ്റിക്കൽ റിലീജിയസ് അതോറിറ്റിയൊക്കെ ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഈ ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ഇന്റലക്ച്വൽ ക്ലൈമറ്റ് റൊമാൻറ്റിസിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തായിട്ട് നമുക്ക് കാണാം. കാരണം ഈ എൻലൈറ്റ്മെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സിൽ ഒന്നാണ് ഈ അതോറിറ്റിയെ ചലഞ്ച് ചെയ്യുക എന്നുള്ള കാര്യം. പൊളിറ്റിക്കൽ അതോറിറ്റി ആയാലും റിലീജിയസ് അതോറിറ്റി ആയാലും അതോറിറ്റിയെ ചലഞ്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഈ എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റൊമാൻറ്റിസിസത്തിലും നമ്മൾ കാണുന്നത് ഈ ഒരു അതോറിറ്റിയെ ചലഞ്ച് ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഈ ന്യൂ ക്ലാസിക്സ് പറയുന്നത് പോലെ ഇങ്ങനെയാണ് പോയം എഴുതാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ തരത്തിലുള്ള റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ ഇവർ ചലഞ്ച് ചെയ്യുന്നു. മറിച്ച് ഇൻഡിവിജ്വൽ എക്സ്പ്രഷന് അവർ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഈ ഒരു അതോറിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന ആ ഒരു ടെമ്പർ നമുക്ക് റൊമാൻറ്റിസിസത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അത് ഈ എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എൻലൈറ്റ്മെന്റ് റിയാക്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് എൻലൈറ്റ്മെന്റിനകത്ത് റീസൺ, ലോജിക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതേ സമയത്ത് ആളുകളുടെ ഇമോഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതാണ് ഈ ഒരു എൻലൈറ്റ്മെന്റിന്റെ പോരായ്മയായിട്ട് റൊമാൻറ്റിസിസത്തിനകത്ത് കാണുകയും അതിനുള്ള റിയാക്ഷൻ ആയിട്ടാണ് ഈ ഒരു ഇൻഡിവിജ്വലിസത്തെയും അതുപോലെ തന്നെ ഫീലിംഗ്സിനെയും സ്പിരിച്വാലിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള റൈറ്റിംഗ്സ് റൊമാൻറ്റിസിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ചില വശങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ എൻലൈറ്റ്മെന്റിന്റെ ഈ പറഞ്ഞ റീസന്റെയും അതുപോലെ തന്നെ ലോജിക്കിന്റെയും ഒക്കെയുള്ള എംഫസിസിനോടുള്ള റിയാക്ഷൻ ആയിട്ട് നമുക്ക് റൊമാൻറ്റിസിസത്തിന്റെ കാണാൻ വേണ്ടി സാധിക്കും. സോ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് കാണാവുന്ന പോലെ കഴിഞ്ഞ സെമിസ്റ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് സമ്മറി ആയിട്ട് പഠിക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം ടെക്സ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.